നമസ്കാരം. നമ്മളിൽ പലരും പറയാറുണ്ട്, എനിക്കെല്ലാം വൃത്തിയോടെ ഇരിക്കണം, പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, ഞാൻ കുറച്ച് OCD ടൈപ്പാണ് എന്നൊക്കെ. പക്ഷെ OCD എന്നാൽ സിസ്റ്റമാറ്റിക് ആയ ജീവിത രീതിയാണോ? അതൊരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? നല്ല ശീലങ്ങളും OCDയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വിശദമായിട്ട് നോക്കാം. OCD എന്നാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ്. ഇതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് ഒബ്സഷൻ, അതായത് അനാവശ്യമായ വീണ്ടും വീണ്ടും വരുന്ന ചിന്തകൾ. ഇതൊന്നും വ്യക്തി ആഗ്രഹിക്കാതെ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ഉദാഹരണത്തിന്, കൈ കഴുകിയില്ലെങ്കിൽ എനിക്ക് രോഗം വരുമോ? കയ്യിൽ അണുക്കളുണ്ടോ? ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ വീട് കത്തിപ്പോവില്ലേ? വാതിൽ പൂട്ടിയില്ലെങ്കിൽ കള്ളന്മാര് കയറില്ലേ? തുടങ്ങി ചെറുതും വലുതുമായ കുറേ ചിന്തകൾ. ഇത് വരാതിരിക്കാൻ അവർ ശ്രമിക്കും, പക്ഷെ തടയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് മനസ്സിൽ ഭയവും ഉത്കണ്ഠയും ഒക്കെ കൂടുകയും ചെയ്യും. ഈ ചിന്തകൾ വെറും സംശയങ്ങൾ മാത്രമല്ല, അത് വളരെ ശക്തമായിരിക്കും. ആ വ്യക്തിക്ക് മറ്റൊന്നിലും ആ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകും. ഇനി ഈ ഉത്കണ്ഠയെ കുറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കമ്പൽഷൻസ് എന്ന് പറയുന്നത്. അതായത് കയ്യിൽ വൃത്തിയായില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കൈകൾ കഴുകിക്കൊണ്ടിരിക്കും, പലതവണ വാതിൽ പരിശോധിക്കും, ഗ്യാസ് ഓഫ് ആണോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കും. പിന്നെ ചിലര് വസ്തുക്കളെയൊക്കെ ഒരേ രീതിയിൽ ഒരേ കളറിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. അതേ ചിന്തകൾ വീണ്ടും വരും, അതിനെ കുറയ്ക്കാൻ വീണ്ടും പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ ഇതൊരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ലോജിക്കൽ അല്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് OCDയുടെ പ്രത്യേകത. ഡിസിപ്ലിൻഡ് ആയും ഓർഗനൈസ്ഡ് ആയുമുള്ള ശീലങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് OCD ആണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കൈകൾ ആവശ്യമുള്ളപ്പോൾ കഴുകുക, വാതിൽ ഒരിക്കൽ പരിശോധിക്കുക, ചിലപ്പോൾ മറന്നുപോയാൽ ഒന്നുകൂടെ പരിശോധിക്കുക, പിന്നെ സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കും. അതാണ് സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. എന്നാൽ OCD ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം തന്നെ 10, 15, 20 തവണ കൈകൾ കഴുകേണ്ടി വരും. സോപ്പും ഹാൻഡ് വാഷും സാനിറ്റൈസറും ഒക്കെ നിരന്തരം ഉപയോഗിച്ച് കൈകൾ മുറിഞ്ഞ അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. എന്നാലും വൃത്തിയായില്ല എന്ന് തോന്നും. വാതിൽ പൂട്ടിയിട്ടും വീണ്ടും വീണ്ടും പരിശോധിക്കും. ഇവിടെ പ്രശ്നം വൃത്തിയല്ല, ഭയവും ഉത്കണ്ഠയുമാണ്. അത് മാറാൻ വേണ്ടി പ്രവൃത്തികൾ ആവർത്തിക്കുന്നു, പക്ഷെ ഒരിക്കലും സമാധാനം ഉണ്ടാവുന്നില്ല. അതേസമയത്ത് ചിട്ടയായ ശീലങ്ങളുള്ള ഒരു വ്യക്തിക്ക്, സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഈ വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല സമാധാനം കിട്ടും. അതാണ് ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. OCD ഉള്ള എല്ലാ ആളുകളും ഒരേപോലെ അല്ല. രോഗത്തെക്കുറിച്ചും അണുക്കളെക്കുറിച്ചും ഒക്കെയുള്ള അമിതമായ ഭയത്തിനെ കണ്ടാമിനേഷൻ OCD എന്ന് പറയും. ഇനി വാതിലും ഗ്യാസും സ്വിച്ചും ഒക്കെ വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയെ ചെക്കിംഗ് OCD എന്ന് വിളിക്കും. എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നതിനെ സിമ്മട്രി OCD എന്നാണ് പറയുക. ചിലർക്ക് അവരാഗ്രഹിക്കാത്ത, ഭയപ്പെടുത്തുന്ന, വളരെ നെഗറ്റീവായ, അപകടം നിറഞ്ഞ ചിന്തകൾ മനസ്സിലേക്ക് വരാം. ഇതിനെ ഇൻട്രൂസീവ് OCD എന്ന് പറയാറുണ്ട്. ഈ ചിന്തകൾ വരുന്നത് കൊണ്ട് ആ വ്യക്തി മോശമാണെന്നോ അങ്ങനെ ചെയ്യുമെന്നോ ഒന്നും അർത്ഥമില്ല. മറിച്ച് ഇത്തരം ചിന്തകൾ അവരെ തന്നെ കൂടുതൽ ഭയപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കാം. കൃത്യമായി ഒരു കാരണം നമുക്ക് പറയാൻ കഴിയില്ല. തലച്ചോറിലെ ചില രാസപദാർത്ഥങ്ങൾ, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ കുടുംബത്തിൽ OCD ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗുരുതരമായ മാനസിക സമ്മർദ്ദങ്ങളും ചില പ്രത്യേകമായ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ഫലമായിട്ട് OCDയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനോ ഉള്ള ലക്ഷണങ്ങൾ വർദ്ധിക്കാനോ കാരണമാകാം. അപൂർവമായി ശരീരത്തിലുള്ള ചില ഇൻഫെക്ഷൻസും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും ഒക്കെ OCDക്ക് കാരണമായിട്ട് വരാറുണ്ട്. ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT. അതിൽ തന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ, ERP ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതികളാണ്. ശരിയായ ചികിത്സ ലഭിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും ലക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറയുകയും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുന്നതുമാണ്. ഒരു വ്യക്തി വൃത്തിയുള്ള ആളാണെന്നോ സമയനിഷ്ഠ പാലിക്കുന്നുവെന്നോ പറയുന്നിടത്ത് അദ്ദേഹത്തിന് OCD ആണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ ഭയം കാരണം ഒരേ ചിന്തയും പ്രവൃത്തികളും നിയന്ത്രിക്കാൻ കഴിയാതെ അത് ജീവിതത്തെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് OCD യെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ വെറും തോന്നലാണ് എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കാതെ മനസ്സിലാക്കുകയും ചേർത്ത് പിടിക്കുകയും ആവശ്യമായാൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ വീഡിയോ OCD യെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.